മലയോര ഹൈവേ നിർമ്മാണ സമയത്ത് വീട്ടുകാർക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള റോഡ് ഫണ്ട് ബോർഡ് എന്നിവർക്ക് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. അപകടത്തിലായ വീടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും ഉത്തരവുണ്ട്. ഇടുക്കി വിഷൻ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കളക്ടറുടെ നടപടി. അയ്യപ്പൻകോവിൽ പരപ്പുനിരപ്പൽ അപകടാവസ്ഥയിലായ വീടിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു. കിഫ്ബി മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കം ചെയ്തതാണ് വീട് അപകടാവസ്ഥയിലായത്. മാധ്യമ വാർത്തയായതിനെ തുടർന്ന് കളക്ടർ കിഫ്ബി ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. കിഫ്ബിയുടെ റിപ്പോർട്ട് പ്രകാരം ഹൈവേ പീരുമേട് ദേവികുളം റോഡ് പ്രവൃത്തിയുടെ ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയുള്ള ഭാഗത്ത് റോഡിന്റെ വീതിയൂട്ടിയുള്ള പ്രവൃത്തിയാണ് നടന്നു വരുന്നുകൊണ്ടിരിക്കുന്നതെന്നും നിലവിൽ പരാതിയിൽ പറയുന്ന പരപ്പ് ഭാഗത്തെ വ്യക്തിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിരപ്പിൽ നിന്നും ഏകദേശം 6 മീറ്റർ ഉയരത്തിലാണെന്നും പറയുന്നു. ഈ വീടിന് മുൻവശത്തുള്ള ഭാഗത്ത് റോഡിന് 12 മീറ്റർ വീതി ലഭിക്കുന്നതിനും വീടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനുമായി പരാതിക്കാരന്റെ വീടിന്റെ മുൻവശത്തുള്ള സ്ഥലം കൂടി എടുക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ആവശ്യമായ സ്ഥലമെടുത്തപ്പോൾ മണ്ണിന് ഉറപ്പില്ലാത്തതിനാലും വീടിന് മുൻവശത്തെ സെപ്റ്റി ടാങ്ക് ഉള്ളതുകൊണ്ട് മണ്ണ് കുതിർന്നിരുന്നതിനാലും അപ്രതീക്ഷിതമായി മണ്ണിടിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. വീട്ടുകാരുടെ സുരക്ഷിതത്വം മുൻനിർത്തി നേരത്തെ തന്നെ വീട്ടുകാരെ അവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചിരുന്നു. കൂടാതെ വീതിക്ക് ആവശ്യമായ സ്ഥലം ലഭിക്കുന്നതിന് വീടിന്റെ മുൻഭാഗത്തുള്ള മണ്ണ് മാത്രമേ മലയോര ഹൈവേക്ക് വേണ്ടി നീക്കം ചെയ്തിട്ടുള്ളൂ. വലതുഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്തത് തൊട്ടടുത്തുള്ള സ്ഥല ഉടമസ്ഥനാണ്. മലയോര ഹൈവേക്ക് വേണ്ടി സൗജന്യ രീതിയിലാണ് സ്ഥലം ഏറ്റെടുക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വീടിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ഉടനെ ആരംഭിക്കുമെന്നും കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇടുക്കി വിഷൻ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അതിവേഗം വീട് സുരക്ഷിതമാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ.